ഗൗസുൽ ആലം പിന്നീട് ഉണ്ടായ സംഭവം, ഗൗസുൽ ആലം ആ 30ാമത്തെ വയസ്സിൽ 5 വർഷം ചുറ്റിക്കറങ്ങിയിട്ടാണ് ുള്ളത്. ഇനി ബാക്കി ഒരു 20 വയസ്സ് മഹാനവറുകൾക്കുണ്ട്. ആ വയസ്സിൽ 20ഉം 5ഉം 25 വർഷം 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന് ഏകൾ കേട്ടാരേയിരുന്നോവർ. മഹാനവറുകൾ തന്റെ ശൈഖാകുന്ന ഹമ്മാദ് ബിൻ മുസ്ലിം അദ്ദബ്ബാസ് എന്ന് പറയുന്ന ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം 47 വയസ്സ് വരെ മഹാനവറുകൾ ചുറ്റി സഞ്ചരിച്ചു. 47 വയസ്സ് ആയപ്പോൾ തന്റെ ആത്മീയ ഗുരുവാകുന്ന ഹമ്മാദ് ബിൻ മുസ്ലിം അദ്ദബ്ബാസ് വഫാത്തായി. അടുത്ത ശൈഖിനെ കാണിച്ചു കൊടുക്കുന്നു മഹാനായ അബൂ സഈദുൽ മുബാറക്കുൽ മുഖറമി. പിന്നീട് മഹാനവറുകൾ സ്വീകരിച്ചത് അബൂ സഈദുൽ മുബാറക്കുൽ മുഖറമി എന്ന് പറയുന്ന ഇന്ന് ത്വരീഖത്ത് പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്ന അവിടുത്തെ ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില കടന്നു പോകുന്നത് മഹാനായ അബൂ സഈദുൽ മുബാറക്കുൽ മുഖറമി എന്ന് പറയുന്ന ശൈഖിലൂടെയാണ്. അവസാനം 3 വർഷം മഹാനവറുകളോട് ഖിദർ നബിയുടെ കൽപ്പന പ്രകാരം ശൈഖ് കൽപ്പന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. എന്താ ഉത്തരവ്? ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ, ഒരു കാമേൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ആത്മീയ ഗുരുവാകുന്ന അബൂ സഈദുൽ മുബാറക്കുൽ മുഖറമി ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചിട്ട് ഒരു വട്ടം വരച്ചിട്ട് പറഞ്ഞു, ഇരുന്നോ ഇവിടെ 3 വർഷം ഒരു വട്ടത്തിന്റെ ഉള്ളില് ഊണിൽ ഉറക്കില്ലാതെ, ഊണില്ലാതെ, ഭക്ഷണമില്ലാതെ, വലം തനം നൗമതൻ ഫീഹാ അലാ തർദീ, ഉറക്കില്ലാതെ, ഊണില്ലാതെ, ഭക്ഷണമില്ലാതെ മഹാനവറുകള് ഒരു വട്ടത്തിന്റെ ഉള്ളിൽ ഇരുന്ന് മഹാനവറുകൾ അവിടെ നിന്ന് ഇളകാതെ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ കുത്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. എന്നിട്ടോ ആ ഇരുത്തത്തിലാണ് ശൈത്താന്മാരോട് പടവെട്ടിയത്. ലോകത്തുള്ള മൊത്തം ശൈത്താന്മാരെ ആ വട്ടത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് വന്നു. വിശാലമായ ചരിത്രമാണ്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ഈ 3 വർഷം പൂർത്തിയായപ്പോൾ, 3ാമത്തെ വർഷം പൂർത്തിയായപ്പോൾ അതാ വരുന്നു ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ പത്തിരിയും റൊട്ടിയും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് തിന്നാനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആത്മീയ ദൗത്യവുമായി നിങ്ങൾ ഈ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് കടന്നു വരണം എന്നുള്ള പ്രഖ്യാപനം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇരിയെന്ന് ഏകൾ കേട്ടാരേയിരുന്നോവർ. ഇനി മതി ഗൗസുൽ ആലം തങ്ങളെ ചുറ്റി സഞ്ചരിച്ചത്. ഇനി നിങ്ങളുടെ ലോകം പ്രഭാഷണത്തിന്റെ ലോകമാണ്. 50 വയസ്സ് പൂർത്തിയായ ഗൗസുൽ ആലം തങ്ങളോട് തന്റെ ആത്മീയ ഗുരുവാകുന്ന അബൂ സഈദുൽ മുബാറക്കുൽ മുഖറമി ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് പറയുന്നു, മദീഹി അബ്ദുൽ ഖാദിറിനോട് ചുറ്റി സഞ്ചരിക്കാൻ പറഞ്ഞത്, വരാൻ പറയൂ ബഗ്ദാദിന്റെ മണ്ണിലേക്ക്, എന്റെ മദ്രസയിൽ വന്നിരുന്നു കൊണ്ട് ദർസ് നടത്തട്ടെ, ആളുകളെ തർബിയത്ത് ചെയ്യട്ടെ, ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കട്ടെ. ഞാനിതാ എന്റെ ഖലീഫ പട്ടം മഹാനായ ഗൗസുൽ ആലം തങ്ങൾക്ക് നൽകുന്നു. 50 വയസ്സ് പൂർത്തിയായ ഗൗസുൽ ആലം തങ്ങൾ ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് ഖിദർ നബി കൂട്ടിക്കൊണ്ടുവരികയാണ്. എവിടേക്ക്? ബഗ്ദാദിന്റെ മണ്ണിലേക്ക്. എന്നിട്ട് മദ്രസത്തുൻ നിളാമിയ എന്ന് പറയുന്ന തന്റെ ഉസ്താദിന്റെ മദ്രസത്തുൻ നിളാമിയയിൽ മുദരിസായി ജനങ്ങളെ തർബിയത്ത് ചെയ്യാനുള്ള കൽപ്പന വന്നുകൊണ്ട് മഹാനവറുകൾ ബഗ്ദാദിന്റെ മണ്ണിൽ 50ാം വയസ്സിൽ ഇരിക്കുകയാണ്. ഇനിയാണ് 40 വഅദ് പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. 40 വർഷത്തെ പ്രഭാഷണത്തിന്റെ ലോകത്തിലൂടെ വലിയ ഒരു പ്രസ്ഥാനത്തെ മഹാനവറുകൾ കെട്ടിപ്പടുക്കുകയായിരുന്നു. പക്ഷേ